പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം വീണ്ടും ധ്യാനിക്കാം. ദാനിയേലിൻ്റെ ജീവിതത്തിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തുവാനായിട്ടുള്ള കാരണം രാജാവ് ആ ദേശത്തെ കൊട്ടാരത്തിലെ ഏറ്റവും വലിയ ഉന്നതനായ ഒരു വ്യക്തിയാക്കി മാറ്റുവാൻ ആലോചിക്കുന്നു. രാജാവ് ഇത് ആലോചിക്കുവാൻ കാരണം ഈ വ്യക്തിയിൽ ഒരു ദൈവിക ചൈതന്യം കണ്ടു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നോക്കിക്കഴിഞ്ഞാൽ ഈ ദൈവിക ചൈതന്യം മറ്റുള്ളവർക്ക് ദർശിക്കുവാൻ സാധിക്കുമോ? ദൈവത്തിരുമുമ്പിൽ ഓരോ വ്യക്തികളും ആത്മീയമായി ഒന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ്. എൻ്റെ ജീവിതത്തിൽ ആത്മീയ ചൈതന്യത്തിൽ നിറഞ്ഞ ഒരു വ്യക്തിയാണോ? ആത്മീയ ചൈതന്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തി. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ യേശുവിനെ സംബന്ധിച്ചിടത്തോളം പരീശന്മാരും എല്ലാം എതിർ നിന്നപ്പോഴും അവരോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കുവാൻ 100% മാനുഷികതയുണ്ടായിരുന്ന യേശുക്രിസ്തുവിന് സാധിച്ചു. കാരണം യേശുക്രിസ്തു ദൈവിക ചൈതന്യത്തിൽ നിറഞ്ഞതായിരുന്നു. തുടർന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സഭയിലെ ഓരോ വിശുദ്ധരുടെയും ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരും രക്തസാക്ഷികളായി മാറ്റപ്പെട്ടവരൊക്കെ ദൈവിക ചൈതന്യം കൊണ്ട് നിറഞ്ഞവരായിരുന്നു. ആദ്യത്തെ രക്തസാക്ഷിയായ എസ്തഫാനോസ് തന്നെ ആ ദൈവിക ചൈതന്യത്തിൽ നിറഞ്ഞ എസ്തഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ സ്വർഗം തുറന്ന് പിതാവിനെയും പിതാവിൻ്റെ വലതുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന യേശുവിനെയും കാണുന്നുണ്ട്. ദൈവിക ചൈതന്യം നിറയുന്ന വ്യക്തിക്കുമാണ് ദൈവികമായ രഹസ്യങ്ങളും ദർശനങ്ങളും കാണുവാൻ സാധിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ പലരും ദർശനം കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. കാണട്ടെ, ചിലപ്പോൾ കണ്ടതായിരിക്കാം. എന്നാൽ ഇവിടെ എസ്തഫാനോസിൻ്റെ ദർശനം എന്ന് പറയുന്നത് കല്ലേറ് കൊള്ളുന്ന സമയത്തായിരുന്നു. ആ സ്വർഗം തുറന്നു കൊടുക്കുന്നു. ആ കല്ലെറിഞ്ഞ വ്യക്തികളോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, ദാനിയേലിൻ്റെ ജീവിതത്തിലും ദാനിയേലിനെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ കല്ലെറിഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന വലിയ വലിയ ഗംഭീരന്മാർ ആ രാജകൊട്ടാരത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാജദ്രോഹ കുറ്റം ചുമത്തിയാണ് ഈ പറയപ്പെട്ട രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതും രാജാവിനെ കൊണ്ട് ഈ പറയപ്പെട്ട ദാനിയേലിനെ സിംഹക്കുഴിയിൽ എറിയിക്കുവാൻ വേണ്ടി അവർ പരിശ്രമിക്കുകയും എറിയിക്കുകയും ചെയ്തത്. 4-ാം തിരുവചനത്തിൽ ഇപ്പോൾ പറയണം, അപ്പോൾ തലവന്മാരും പ്രധാന ദേശാധിപന്മാരും ദാനിയേലിൻ്റെ മേൽ രാജദ്രോഹ കുറ്റം ആരോപിക്കാൻ പഴുതു നോക്കി. പരാതിക്ക് മതിയായ കാരണമോ കുറ്റമോ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. എന്തെന്നാൽ അവൻ വിശ്വസ്തനായിരുന്നു, ഒരു കുറ്റവും അവനിൽ കണ്ടില്ല. എന്തുകൊണ്ടാണ് ഈ ദാനിയേൽ വിശ്വസ്തനായി മുമ്പോട്ട് പോകാൻ സാധിച്ചത്? അവനിൽ ദൈവിക ചൈതന്യം, പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. ഇന്ന് പലപ്പോഴും തിരുസഭയിലെ മക്കൾ കുറ്റക്കാരനായി ജീവിക്കുന്നുവെങ്കിൽ ആ ദൈവിക ചൈതന്യത്തിൻ്റെ കുറവ് ഓരോ മക്കളിലുമുണ്ട്. ഇന്ന് ക്ഷമിക്കുവാൻ സാധിക്കുന്നില്ല, പൊറുക്കുവാൻ സാധിക്കുന്നില്ല, സഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ഈ കാലഘട്ടത്തിലുള്ളവർക്കെല്ലാം ഭയങ്കര പ്രതികരണമാണ്. പണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് പറഞ്ഞ രീതിയിൽ ഉള്ള മനോഭാവമുള്ളവരായി, മനസ്സ് ദേഷ്യം കൊണ്ടും കലുഷിതമായ മനസ്സിൻ്റെ ഉടമകളായി എല്ലാ വ്യക്തികളും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കുടില് മുതൽ കൊട്ടാരം വരെ, അടുക്കള മുതൽ അൾത്താര വരെയുള്ള വ്യക്തികൾ ഇന്ന് കോപിഷ്ഠരായി മാറുന്നു. മറ്റുള്ളവരോട് ഒന്ന് ക്ഷമിക്കുവാനോ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുണ്ടായാൽ, കുറവുകളുണ്ടായാൽ ഒന്ന് പൊറുക്കുവാനോ സാധിക്കാതെ കൊണ്ട് പ്രതികരിക്കുന്ന മനോഭാവത്തോടുകൂടെ, പ്രതികാരം ചെയ്യുന്ന മനോഭാവത്തോടുകൂടെ ജീവിക്കുന്നവരായി മാറുന്നു.
ഇവിടെ ദാനിയേലിനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ഈ പറയപ്പെട്ട ശ്രേഷ്ഠന്മാരൊക്കെ പരിശ്രമിക്കുന്നുണ്ട്, രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നുണ്ട്. അവസാനം രാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നുണ്ട്. ദാനിയേലിനെ സിംഹക്കുഴിയിൽ എറിയുന്നതായിട്ടും ഇട്ടുകൊടുക്കുന്നതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷെ സിംഹത്തിൻ്റെ വായടഞ്ഞു. സിംഹക്കുഴിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും 20-ാമത്തെ തിരുവചനത്തിൽ, 19 തിരുവചനത്തിൽ, രാജാവ് അതിരാവിലെ എഴുന്നേറ്റ് സിംഹങ്ങളുടെ കുഴിയിലേക്ക് തിടുക്കത്തിൽ ചെന്നു. ദാനിയേലിനെ ഇട്ടിരുന്ന കുഴിയുടെ അടുത്ത് ചെന്നപ്പോൾ ദുഃഖം നിറഞ്ഞ സ്വരത്തിൽ രാജാവ് വിളിച്ചു ചോദിച്ചു, ദാനിയേൽ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ദാസ, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ സിംഹങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ ശക്തനായിരുന്നു. ചോദിക്കുകയാണ്. രാജാവ് സിംഹക്കുഴിയിൽ എറിഞ്ഞു കൊടുക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, ഈ ദേശാധിപന്മാരുടെയും എല്ലാവരുടെയും പ്രവർത്തനത്തിൻ്റെയും പരിണിതഫലമായിട്ട് സംഭവിച്ചതാണ്. ഇന്ന് പല നേതാക്കന്മാരും ഇതുപോലെ ചെയ്യുന്നവരുമുണ്ട്. ഇഷ്ടമില്ലാതെ മറ്റുള്ളവരുടെ പ്രേരണയ്ക്ക് വഴങ്ങി പുറത്താക്കുന്ന വ്യക്തികളുണ്ട്. എന്തായാലും 22-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, എൻ്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായടച്ചു, അവ എന്നെ ഉപദ്രവിച്ചില്ല. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് മുമ്പിൽ ക്ഷമിക്കുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ ഏതു തരത്തിലുള്ള സിംഹങ്ങൾ വന്നു കഴിഞ്ഞാലും അതിൻ്റെ വായടപ്പിക്കുവാൻ പറ്റിയവനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെയാണ് തിരുസഭയിലൂടെ ഓരോ ദൈവമക്കളിലേക്കും ദൈവം അയച്ചിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട്, നാം ഓരോരുത്തരും സ്വീകരിച്ചിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് തന്നെ പീഡിപ്പിക്കുകയോ ഒറ്റിക്കൊടുക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്ന വ്യക്തികളോട് പരിപൂർണമായിട്ട് ക്ഷമിക്കുവാനായിട്ടുള്ള കൃപ, ക്ഷമയെന്ന ഫലം നമ്മളിലേക്ക് ഒഴുക്കുന്ന പരിശുദ്ധാത്മാവാണ്. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അനുദിന ജീവിതത്തിൽ ഞങ്ങളെ കല്ലെറിയുകയും പലതരത്തിലുള്ള സിംഹങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങളെ തള്ളിയിടുകയും ചെയ്യുന്ന സമൂഹത്തിൻ്റെ മുമ്പിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. സമൂഹത്തോടൊപ്പമാണ് ഞങ്ങൾ ജീവിക്കുന്നത്. കർത്താവെ, അനുദിനം ഞങ്ങൾക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ഞങ്ങളെ വേദനിപ്പിക്കുകയും ഞങ്ങൾക്കെതിരെ തിന്മ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരോട് പരിപൂർണമായിട്ട് ക്ഷമിച്ച് ജീവിക്കുവാൻ അങ്ങയുടെ ആത്മാവിൻ്റെ ഫലമാകുന്ന ക്ഷമ കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.